ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ മിക്സഡ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ചട്ടി ചൂടായതിനു ശേഷം അതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി പച്ചമണം മാറോളം ഒന്ന് ഇളക്കി കൊടുക്കണം. മിക്സഡ് അച്ചാറിൽ ഞാൻ മാങ്ങയും ക്യാരറ്റും നെല്ലിക്കയാണ് കേട്ടോ ചേർത്തിക്കണത്. വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇത് നമുക്ക് നെല്ലിക്കയും മാങ്ങയും ക്യാരറ്റും കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ചാർ പൊടി ഈസ്റ്റേൻ്റെ അച്ചാർ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതാ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം. അപ്പോൾ നമ്മൾ മിക്സഡ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മിക്സഡ് അച്ചാർ ഉണ്ടാക്കി വെക്കൊണ്ടിട്ടാ.